ഹായ്. അപ്പൊ നമ്മുടെ LBSന്റെ നഴ്സിംഗ് ആൻഡ് അലൈഡ് പാരാമെഡിക്കലിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ മിക്കുള്ള കുട്ടികളുടെയും ഡൗട്ടാണ് എത്ര ഇൻഡെക്സ് മാർക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ അഡ്മിഷൻ കിട്ടും LBS വഴി. അപ്പോൾ പല യൂട്യൂബ് ചാനലും പറയുന്നുണ്ട് ഒരു 290 കിട്ടിയാൽ എന്തായാലും കിട്ടും, അല്ലെങ്കിൽ ഒരു 295 മുകളിലുണ്ടെങ്കിൽ 298 മുകളിലുണ്ടെങ്കിൽ എന്തായാലും ഗവൺമെന്റ് കിട്ടുമെന്നൊക്കെ. പക്ഷെ ഫാക്ട് എന്താന്ന് വെച്ചാല് നമ്മളെ LBS ഒരിക്കലും ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ 2022-23 വെച്ച് നോക്കുമ്പോൾ ഒരു 300-ല് 290 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് ഒരു 1000-2000 താഴെയായിരുന്നു അവരെ റാങ്ക് ലിസ്റ്റ്. എന്നാൽ അതൊരു 2025 ആയപ്പോഴേക്ക് ആ കുട്ടികൾക്ക് ഇതേ ഇൻഡെക്സ് മാർക്കുള്ള 290-95 ഉള്ള ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് റാങ്ക് ലിസ്റ്റ് നേരെ 5000-6000 വന്ന് നിൽക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ വർഷവും LBSലേക്ക് അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം കൂടുവാണ്. എണ്ണം കൂടുമ്പോഴേക്ക് അപ്പോൾ ഒരേ മാർക്ക് ലിസ്റ്റുള്ള ഒരേ ഇൻഡെക്സ് മാർക്കുള്ള ഒരുപാട് കുട്ടികൾ കാണും. അതേപോലെ തന്നെ കോമ്പറ്റീഷൻ കൂടും. ഒരുപാട് മാർക്ക് കൂടിയുള്ള കുട്ടികൾ അപ്ലൈ ചെയ്യുമ്പോഴേക്ക് കുറവുള്ള കുട്ടികൾക്ക് അതിനേക്കാൾ കുറവുള്ള കുട്ടികൾക്ക് അതിന്റെ താഴോട്ടാണ് ചാൻസ് പോകുന്നത്. അവർക്ക് കിട്ടാനുള്ള ചാൻസ് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഇപ്പൊ 290-295 ഉള്ള കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഇന്നടുത്ത് കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ മുമ്പൊക്കെ നമുക്ക് പറയായിരുന്നു ഇത്ര മാർക്ക് ലിസ്റ്റ് ഉള്ള കുട്ടികൾക്ക് എന്തായാലും ഇവിടെ കിട്ടും. ഇപ്പൊ അങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ ഒരു 299 ഇൻഡെക്സ് മാർക്ക് എടുത്താൽ പോലും, അല്ലെങ്കിൽ ഒരു 300 ഇൻഡെക്സ് മാർക്ക് ഉള്ള ഒരു കുട്ടിക്ക് പോലും ഗവൺമെന്റ് കോളേജ് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം ഒരു 300 ഇൻഡെക്സ് മാർക്ക് കിട്ടിയ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അത്രയും കുട്ടികൾ അപ്ലൈ ചെയ്യുന്നത് കൂടുമ്പോഴേക്ക് അവിടെയുള്ള ചാൻസ് കുറയുക. പ്രത്യേകിച്ച് ഈ റിസർവേഷൻ ഉള്ള കുട്ടികൾ 300 ഒക്കെ റിസർവേഷൻ ഉള്ള കുട്ടികൾ വന്ന് അപ്ലൈ ചെയ്യുമ്പോഴേക്ക് ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ചാൻസ് കുറയും. റിസർവേഷൻ ഉള്ള കുട്ടികൾക്കായിരിക്കും ചാൻസ് കൂടുന്നത്. ഇപ്പോഴും ഒരു 299-300 ഉള്ള കുട്ടികൾക്ക് നമുക്ക് ഗവൺമെന്റ് കിട്ടുമായിരിക്കും എന്ന് വിശ്വസിക്കാം. ഇനിയിപ്പോ റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നാലേ നമുക്കത് അറിയത്തുള്ളൂ. എന്തായാലും അവർക്ക് ഒരു 295 മുകളിലുള്ള കുട്ടികൾക്ക് എന്തായാലും നല്ലൊരു പ്രൈവറ്റ് കോളേജുകളും കിട്ടാതിരിക്കത്തില്ല. ഒരു 290 വരെ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് ഏകദേശം ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലെങ്കിലും കിട്ടും. 290 താഴെയുള്ള കുട്ടികൾക്ക് അവിടെ പോസിബിലിറ്റി കുറയുവാണ്. മേ ബി അവർക്ക് കിട്ടാതിരിക്കാം. അത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അത് നമുക്ക് ഇപ്പൊ കിട്ടാതിരിക്കാന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാല് ഇപ്പം ഇൻഡെക്സ് മാർക്കൊക്കെ നല്ല കുറവുള്ള കുട്ടികൾ 280 താഴെയുള്ള കുട്ടികൾ LBS കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മാനേജ്മെന്റ് സീറ്റ് എടുത്തിടാം. പിന്നെ ഇപ്പം എടുക്കേണ്ട ഒരു ട്രയൽ അലോട്ട്മെന്റ് വരുമ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. നമുക്ക് കിട്ടുമോ ഇല്ലേ, എന്നാലും ട്രയൽ അലോട്ട്മെന്റ് വെച്ച് ഉറപ്പിക്കാനായിട്ട് പറ്റത്തില്ല. എന്നാലും ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോഴേക്കും ഒരു ഫസ്റ്റ് അലോട്ട്മെന്റ് ഒക്കെ കഴിയുമ്പോഴേ നമുക്ക് കിട്ടിയില്ലെന്ന് കാണുമ്പോഴേ ചെന്ന് നമുക്ക് അത്രയ്ക്ക് ആഗ്രഹമുണ്ട് കേരളത്തിലൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് സീറ്റ് എടുത്തിടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു ചാൻസും കൂടെ പോവും വേറെ കുട്ടികൾ വന്ന് അഡ്മിഷൻ എടുക്കുമ്പോഴേക്ക്. LBSന്റെ ഏറ്റവും വലിയൊരു ഡീമെറിറ്റ് എന്താന്ന് വെച്ചാൽ ഇതിന്റെ അലോട്ട്മെന്റ് എല്ലാം വരാനായിട്ട് നല്ല ലാഗാവും. ഇപ്പോൾ ആദ്യം തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ട്രയൽ അലോട്ട്മെന്റ് ഉണ്ട്, ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്പോട്ട് അലോട്ട്മെന്റ്. ഇതെല്ലാം വരാനായിട്ട് ഒരുപാട് ലാഗാവും. അതാണ് ഒന്നാമത്തെ ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് LBS അല്ലാതെ PNC, മാക്കും അതേപോലെ തന്നെ AMCS, FNCK ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ വരുമ്പോഴേക്ക് ഇതിലും കൂടെ അപ്ലൈ ചെയ്തിട്ട് ഇടുക. ഇപ്പൊ നമുക്ക് LBSൽ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിലും കിട്ടാം. അതുകൊണ്ട് നമ്മൾ എല്ലാത്തിലും കയറി അങ്ങ് അപ്ലൈ ചെയ്യുക. പിന്നെ ലിമിറ്റഡ് കോളേജ് വെക്കാതെ ഒരുപാട് കോളേജ് വെക്കാനായിട്ട് നോക്കുക. അതിപ്പം വരും ദിവസങ്ങളിലെ വീഡിയോയിൽ ഞാൻ പറയാം. പിന്നെ കഴിഞ്ഞ വർഷം ഒരുപാട് കുട്ടികൾ, ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് കുട്ടികൾ വന്ന് ചോദിച്ചായിരുന്നു ഇത്ര ഇൻഡെക്സ് മാർക്ക് കിട്ടിയാൽ ഇന്നടുത്ത് കിട്ടുമോ എന്നൊക്കെ വന്ന് കുറെ കുട്ടികൾ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ അതിന് കറക്റ്റായിട്ട് പറഞ്ഞു എങ്ങനെ വെക്കേണ്ടത്, എങ്ങനെയൊക്കെ എവിടെയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു. അങ്ങനെ ഒരുപാട് കുട്ടികൾ അങ്ങനെ വെച്ച് കിട്ടിയെന്ന് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേട്ടതിൽ വളരെ സന്തോഷം.
അപ്പോൾ എന്താണ് നമ്മുടെ ഈ LBSന്റെ കാര്യം വെച്ച് നോക്കിയാൽ നമ്മൾ വീഡിയോസിലൊക്കെ കാണുമ്പം ഇവരൊക്കെ പറയും ഇത്ര മാർക്കുണ്ടായാൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും എന്നൊക്കെ പറയുമ്പോഴും അത് കേട്ടോണ്ട് നിങ്ങൾ ഇരിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. എന്നാലും നിങ്ങൾ വെക്കണം, എല്ലാത്തിലും വെക്കണം. എന്നാലും ഒരു കിട്ടാതിരിക്കാം എന്നൊരു പോസിബിലിറ്റി എപ്പോഴും മനസ്സിൽ വെച്ചേക്കണം. കാരണം നമ്മുടെ ആപ്ലിക്കൻസിന്റെ എണ്ണം അനുസരിച്ചാണ് ഈ അലോട്ട്മെന്റ് വരുമ്പോൾ കിട്ടാനുള്ള ചാൻസ് വിലയിരുത്തുന്നത്. ഇപ്പോൾ കുട്ടികളുടെ എണ്ണം കൂടുവാണെങ്കിൽ അവിടെ നിങ്ങളെ ചാൻസ് ചിലപ്പോൾ കുറയായിരിക്കും. പിന്നെ കാറ്റഗറി റിസർവേഷൻ ഉണ്ടെങ്കിൽ റിസർവേഷൻ ഞാൻ ഇനി കാറ്റഗറിയിലുള്ള ആളാണ്, ഇപ്പം എന്തായാലും എനിക്ക് റിസർവേഷനിൽ കിട്ടാതിരിക്കത്തില്ല, അങ്ങനെയും വിചാരിക്കാൻ പറ്റത്തില്ല. കാരണം റിസർവേഷനിൽ ഉള്ള വേറെ ഒരുപാട് കുട്ടികളും ഉണ്ട്. അപ്പം നിങ്ങളെക്കാട്ടും ഇൻഡെക്സ് മാർക്കൊക്കെ കൂടുതലുള്ള വേറെ കുട്ടികളുണ്ടെങ്കിൽ, വേറെ ബാക്ക്വേർഡ് കാസ്റ്റിലൊക്കെ ഉള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് റിസർവേഷൻ കിട്ടാനുള്ള ചാൻസ് അല്ലേ കൂടുന്നത്. അപ്പോഴേക്ക് നിങ്ങൾ അലോട്ട്മെന്റ് വെക്കാനൊക്കെ നേരത്തെ എല്ലാം വയസ്സായിട്ട് ചിന്തിച്ചിട്ട് മാത്രമേ വെക്കാവുള്ളൂ. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം LBSലും പിന്നെ അതേപോലെ തന്നെ ഈ PNC മാക്കും FNCKലൊക്കെ അപ്ലൈ ഇടുക എന്നുള്ളതാണ്. ഓരോ വർഷവും നമ്മുടെ ഗവൺമെന്റില് കോളേജസിന്റെ എണ്ണവും സീറ്റും ഒക്കെ കൂട്ടാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെയാണെങ്കിൽ 14 കോളേജ് എങ്ങാണ്ട് കൂട്ടിയായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം ചിലപ്പം അങ്ങനെ സീറ്റിന്റെ എണ്ണവും കോളേജിന്റെ എണ്ണവും ഒക്കെ കൂട്ടാം. അപ്പോഴേക്കും പിന്നെ കിട്ടാനുള്ള കുറച്ചും കൂടെ പോസിബിലിറ്റി കൂടും. എങ്കിൽ പോലും ഈ 280 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 280 താഴെയുള്ള കുട്ടികൾക്ക് വളരെ ചാൻസ് കുറവാണ്. ഞാനൊരു 2021 ബാച്ചിൽ പാസ് ഔട്ട് ആയിരുന്നു. അപ്പോൾ ഞാനന്ന് LBSൽ അപ്ലൈ ചെയ്യുന്നപ്പോൾ തന്നെ എനിക്ക് ഇൻഡെക്സ് മാർക്ക് എനിക്ക് ഓർമ്മയില്ല. എനിക്കൊരു 97% അന്ന് മാർക്ക് ഉണ്ടായിട്ട് പോലും എനിക്ക് ഗവൺമെന്റ് കിട്ടിയില്ല. അതിന്റെ തൊട്ട് താഴെ വെച്ചിരുന്ന പ്രൈവറ്റ് കോളേജാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗവൺമെന്റ് ഉറപ്പിച്ച് കിട്ടുമെന്നും പ്രൈവറ്റ് കിട്ടുമെന്നും ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റത്തില്ല. അതേപോലെ തന്നെ ഇപ്രാവശ്യം എക്സാം എഴുതി കാത്തിരിക്കുന്ന കുട്ടികളും കാണും. അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം LBS വെച്ചിട്ട് കിട്ടാഞ്ഞതോ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ നഴ്സിങ്ങിനൊന്നും കയറാതെ ഇപ്രാവശ്യം അതിന് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് LBSൽ അപ്ലൈ ചെയ്യുന്ന കുട്ടികളും കാണും. അപ്പോൾ അവരും കൂടെ വരുമ്പോൾ അവർക്കും മാർക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ വീണ്ടും ആൾക്കാരെണ്ണം കൂടുതലാണ്. ഇപ്പോൾ ഉള്ള കറന്റ്ലി പാസ് ഔട്ട് ആയ കുട്ടികളുടെ കൂടെ മുമ്പ് പാസ് ഔട്ട് ആയിട്ടുള്ളവരും കൂടെ വരുമ്പോഴേക്ക് അവിടെ ഒരു ക്ലാഷ് ഉണ്ടാവുക ചെയ്യുന്ന. അപ്പോഴേക്ക് എണ്ണം കൂടുന്തോറും റിസ്ക്കും കൂടുതലാണ്. അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടുമെന്ന് ഉറപ്പ് വിചാരിച്ച ഒരുപാട് കുട്ടിയൊക്കെ സീറ്റ് കിട്ടാതെ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പേഴ്സണലി മെസ്സേജ് അയച്ച കുറേ കുട്ടികളുണ്ട്, എനിക്ക് ഇങ്ങനെ കിട്ടുമെന്ന്. അപ്പം പിന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റിലൊക്കെ ഞാൻ വെക്കാൻ പറഞ്ഞ് അങ്ങനെ വെച്ച് കിട്ടിയിട്ടുള്ള കൊച്ചുങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ ലാസ്റ്റ് പിന്നെ പുറത്തു പോയി അഡ്മിഷൻ എടുത്താൽ ഞാൻ ചേച്ചി ഇങ്ങനെ എടുത്തു എന്ന് പറഞ്ഞ കുറേ കുട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം പിന്നെ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റും ഫസ്റ്റ് അലോട്ട്മെൻറ്റൊക്കെ വരുമ്പോഴേക്ക് നമുക്കൊരു ഏകദേശം മനസ്സിലാവും എത്ര ഇൻഡെക്സ് മാർക്ക് വരെയുള്ളത് എടുത്തിട്ടുണ്ടെന്ന്. ഇപ്പം നമുക്ക് ഏകദേശം ഒന്നും പറയാനായിട്ട് പറ്റത്തില്ല. ഓരോ വർഷത്തിലെ കണക്ക് മാറിക്കൊണ്ടേയിരിക്കും. അതിപ്പോൾ നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ട്രയൽ അലോട്ട്മെൻറ്റെങ്കിലും വന്നാലേ ഏകദേശം നമുക്ക് ഒന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും. അപ്പോൾ ആരും പേടിക്കണ്ട, നമ്മൾ ഓപ്ഷനൊക്കെ വെച്ചല്ലോ. ഓപ്ഷനൊക്കെ വെക്കാനുള്ളവർ ഇനി ഉണ്ടെങ്കിൽ എല്ലാവരും എന്തായാലും വെച്ചേക്ക്. അതേപോലെ തന്നെ LBS കൂടാതെ നേരത്തെ പറഞ്ഞ കണക്ക് PNC മാക്കിലും AMCS FNCK ഒക്കെ ഉണ്ടല്ലോ, അതിലെല്ലാത്തിലും അങ്ങ് അപ്ലൈ ചെയ്തിടാം, ഒന്നിനും കുറവ് വരുത്തണ്ട. അപ്പോൾ എല്ലാത്തിലും അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ വരട്ടെ. ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുമ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറേ പ്രത്യേക കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ആരും ടെൻഷൻ അടിക്കണ്ട. അത്രേ ഉള്ളൂ. ടാറ്റാ.